അസ്സലാമു അലൈക്കും. ഇന്ന് റെസിപ്പി സോസേജാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ സോസേജ് നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ മീഡിയം സൈസിലുള്ള സവാള, മീഡിയം സൈസിലുള്ള തക്കാളി, 3 കളറിലുള്ള ക്യാപ്സിക്കോ, അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി ക്രഷ് ചെയ്തത്. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ സോസേജിൻ്റെ കളറ് മാറി കിട്ടുന്നത് വരെ ഒരു 3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കട്ടോ. കരിഞ്ഞു പോരുത്. ഒന്ന് വഴറ്റി കൊടുത്താൽ ഇതിൻ്റെ കളറ് മാറി കിട്ടും. അപ്പോൾ അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഈ പാനിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണ പിന്നെ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം 1 ടേബിൾ സ്പൂണ് ക്രഷ് ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു അര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കാവുമ്പോൾ വെറും ടൊമാറ്റോ സോസ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത്തിരി ക്രഷ് ചില്ലി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിൽ എരിവ് കൂടാൻ പാടില്ല. ഞാൻ ആവശ്യത്തിനുള്ള എരിവാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ തന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 1 ടേബിൾ സ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായി തന്നെ വഴറ്റി കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ സോസേജ് ഒന്ന് ഇതിൽ കിടന്നിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഈ സോസേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മീഡിയം സൈസിലുള്ള ഉണിയ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ തക്കാളിയും 3 കളറിലുള്ള ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ക്യാപ്സിക്കോ ഒരു തരാണ് കയ്യിലുള്ളത് വെച്ചെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു സവാളയും തക്കാളിയൊക്കെ ഇട്ടാൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് വെച്ചെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേപോലെ നീളത്തിൽ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. സെർവ് ചെയ്യണമ്പോൾ അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ക്യാപ്സിക്കോ ഇട്ടിട്ട് കൂടുതൽ വഴറ്റി കൊടുക്കരുത്. ഒന്നുണ്ട് വഴന്ന് വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ കളറ് മാറി പോവാനും പാടില്ല. എന്നിട്ട് അതിന് ശേഷം തക്കാളി കഷ്ണങ്ങളാക്കിയിട്ട് വലുതാണെങ്കിൽ അര തക്കാളി, ചെറുതാണെങ്കിൽ മീഡിയം സൈസിലാണെങ്കിൽ ചെറുതാണെങ്കിൽ ഒരു തക്കാളി എടുത്തിട്ട് അത് കഷ്ണാക്കിയിട്ട് അതേപോലെ തന്നെ സെർവ് ചെയ്തതിന് ശേഷം ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. മല്ലിച്ചപ്പ് ഇടുക. അടിപൊളിയാണ്. നിങ്ങളിത് ചെയ്തിട്ട് കമൻറ്റ് പറയണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ.